അപകടകരമല്ലാത്ത മോഡിഫിക്കേഷനാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനായ വി ഡി സതീശൻ പറഞ്ഞത്. ആ ഫാഷന് പറ്റും. അതേസമയം മോഡിഫിക്കേഷൻ കൊണ്ട് സൈലൻസർ ഊരി വെച്ച് പോകാൻ പറ്റില്ല. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വ്യാപകമായി വൃക്ഷത്തൈകളും അതുപോലെ തന്നെ ചെറിയ ചെടികളും എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയുടെ പ്രാധാന്യമൊന്നും ഒരു പ്രസ്താവനയിലൂടെ പറയേണ്ട കാര്യമില്ല. ലോക പരിസ്ഥിതി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ മോശമായി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കണം. ആ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ കഴിയുന്നത് ചെടികൾക്ക് മാത്രമാണ്. നമുക്ക് വിഷവും സസ്യങ്ങൾക്ക് ആഹാരവുമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതുകൊണ്ട് വ്യാപകമായി ചെടികളുണ്ടാവണം, മരങ്ങളുണ്ടാകണം. ആ മരങ്ങളുടെ ഭക്ഷണമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവർ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ ബെറ്ററായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെടി നടുക എന്നുള്ളത് പ്രധാനമാണെങ്കിലും എമിഷൻ കുറയ്ക്കുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനുവേണ്ടി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട്, ലോകത്തെ എമിഷൻ പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടോമൊബൈലാണ്. അപ്പോൾ ആ ഓട്ടോമൊബൈലുകളുടെ എമിഷൻ കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിസ്ഥിതിയായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് എൻജിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ KSRTCയിൽ പഴയ വണ്ടികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഇന്നലെ നമ്മുടെ നമ്മുടെ സാധാരണ മെക്കാനിക്കലായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് എങ്ങനെ എമിഷൻ കുറയ്ക്കാൻ പറ്റും, അതുപോലെ എങ്ങനെ ഡീസൽ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ വിദഗ്ധരായ ഡ്രൈവർമാർ, യൂണിയൻ്റെ നേതാക്കന്മാർ കൂടിയായിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു ലിറ്ററിൽ 4 കിലോമീറ്ററാണ് KSRTC ഓടുന്നത്. അത് 5 ആക്കാമെങ്കിൽ അവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കാം എന്നുള്ള ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാനത് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. മിടുക്കന്മാരായ, അതായത് നന്നായി എമിഷൻ കുറച്ച് ഓടിക്കുക എന്നാണല്ലോ ഇതിനർത്ഥം. ഇപ്പോൾ ആകെ ഡീസൽ കത്തുമ്പോൾ എമിഷൻ കുറയുമല്ലോ, ഡീസലിൻ്റെ അളവ് കുറയുമ്പോൾ എമിഷനും കുറയുമല്ലോ. അപ്പോൾ KSRTCയിൽ കുറച്ച് ഡീസൽ കുറയ്ക്കുക എന്നുള്ളത് ലാഭത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതിനൊരു പാരിസ്ഥിതിക ലാഭമുണ്ട്. അപ്പോൾ ഡീസൽ കുറച്ച് കത്തിക്കുന്ന ഡ്രൈവർമാർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കും. ഇലക്ട്രിക് ബസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റുണ്ട്. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ലാഭകരമാണെങ്കിലേ എടുക്കാൻ പറ്റൂ. നമുക്ക് ഇലക്ട്രിക് ബസ് നമുക്ക് ബിസിനസ് റൺ ചെയ്യണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ എമിഷൻ കുറയ്ക്കാൻ ഇലക്ട്രിക് ബസ് മാത്രമല്ല, ഇപ്പോൾ ഹൈഡ്രജൻ ബസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ ബസ്സുകളുടേത് വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കും. ഹൈഡ്രജൻ ആണെങ്കിൽ അൾട്ടിമേറ്റ് ഇലക്ട്രിസിറ്റി അല്ല. കാരണം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിലും എമിഷനുണ്ട്, വൻതോതിലുള്ള എമിഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയും അതിനപ്പുറത്തേക്ക് ഹൈഡ്രജനും ഒക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇപ്പം നമ്മളിൽ ഡീസലാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഡീസൽ എമിഷൻ കുറയ്ക്കണമെങ്കിൽ ഡീസലിൻ്റെ ഉപയോഗം എൻജിൻ്റെ എഫിഷ്യൻസി കൂട്ടണം. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന നമ്മുടെ ഡ്രൈവർമാർക്കുള്ള പ്രോത്സാഹനം വർദ്ധിപ്പിക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതെ, ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ വനിതകൾക്ക് കൊടുക്കാനുള്ള, അവർ കയറുമ്പോൾ ഒരു ടിക്കറ്റ് കൊടുക്കണമല്ലോ, 0, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ടെക്നിക്കൽ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8-ാം തീയതി മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ യോഗം, ഇൻറ്റേർണൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. 15-ാം തീയതി നടപ്പാവും. അത് 8-ാം തീയതി 10-ാം തീയതിയോടുകൂടി പറയാം. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷനാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനായ വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ അത് അപകടകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അതിനൊരു ഫീസ് ഏർപ്പെടുത്തുകയൊക്കെ
ചെയ്യാമെന്നാണ് ഇപ്പോഴും നമ്മുടെ തോട്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ നിന്ന് പലതരത്തിലും, അതായത് താങ്കൾക്ക് മുന്നേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ കളിയാക്കിക്കൊണ്ട്, അതായത് ഇതാണോ മോഡിഫിക്കേഷൻ, സീറ്റ് ബെൽറ്റ് ഇടാൻ അനുമതി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വളരെ ട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. വാസ്തവത്തിൽ അത് അങ്ങനെ ഒരു രൂപരേഖ എന്തെങ്കിലും ആയിട്ടാണോ ഇങ്ങനെ ട്രോൾ? ഇല്ല, അതൊന്നും ആയിട്ടില്ല. എൻ്റെ ലെവലിലൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇല്ല, അതാണ് പറഞ്ഞു, ഞങ്ങളുടെ ലെവലിൽ ചെയ്തിട്ടില്ല. ഒരു നയമെന്ന രീതിയിൽ പറഞ്ഞു തന്നു. അത് മോഡിഫൈ ചെയ്യണം, നമുക്ക് നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് മോഡിഫിക്കേഷൻ അപകടകരമല്ലാതിരിക്കണം. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു മിനിസ്റ്റർ ലെവലിൽ അതിന് ചർച്ച നടത്തിയിട്ടില്ല. യുവാക്കൾക്കല്ല, വയസ്സായിട്ടവർക്കാവാം. വയോജനങ്ങളുടെ ആണല്ലോ ഇപ്പോഴത്തെ പ്രഷർ. ഇല്ല, കേട്ടില്ല. ഞാൻ പൊതുവിൽ പറയാം. അല്ല, അതൊക്കെ സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് യാതൊരു എന്താ പറയുക അസഹിഷ്ണുതയില്ല. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫോട്ടോ തന്നെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അല്ല, അതൊരു വലിയ അത്യാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, അതൊരു പാഷനാണ്. ആ പാഷന് പറ്റും. അതേസമയം മോഡിഫിക്കേഷൻ കൊണ്ട് സൈലൻസർ ഊരി വെച്ച് പോകാൻ പറ്റില്ല. കാരണം സൗണ്ട് ഒരു വലിയ പൊള്യൂട്ടൻ്റാണ്. ഈ പുകയെ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു പൊള്യൂട്ടൻ്റാണ് മെഷീൻസ് ഉണ്ടാക്കുന്ന എയർബോൺ സൗണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണിപ്പോൾ. ഈ ശബ്ദമുണ്ടാക്കാതെ ഒരു മെഷീന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ശബ്ദം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഈ ശബ്ദം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉണ്ടായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കണത്, ഈ ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളത് മെഷീൻ്റെ ഒരു ലക്ഷ്യമല്ല. പക്ഷേ ഈ ശബ്ദം ഉണ്ടാവുകയാണല്ലോ, അപ്പോൾ അത് കൂട്ടരുത്, അത് കുറയ്ക്കണം. എപ്പോഴുണ്ട്. കാർട്ടൂണുകളുടെ ഒരു പുതിയ രൂപമല്ലേ ട്രോള്. കാർട്ടൂണുകളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ മലയാളികളല്ലേ കാർട്ടൂണിൻ്റെ ഏറ്റവും മുന്നിൽ നടന്നിട്ടുള്ള ആൾക്കാർ. ശങ്കറായാലും OV വിജയനായാലും എല്ലാവരും നമ്മുടെ കാർട്ടൂണിസ്റ്റുകളല്ലേ. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് EP ഉണ്ണിയാണ്, കാർട്ടൂണിസ്റ്റ്. അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുള്ള പോലെ ട്രോൾ ആരും ചെയ്തിട്ടുണ്ടോ? KSRTCയെ കുറിച്ച് കൂടിയൊരു പഠനം ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 സെക്ടർ, KCB, KSRTC, വാട്ടർ അതോറിറ്റി. അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം ഉണ്ടാവും. അതെ, അതിപ്പോൾ നമ്മളിപ്പോൾ വരുമാനം കുറയ്ക്കുന്ന ഒരു പണിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, സൗജന്യം. പക്ഷേ അതനുസരിച്ച് മറുഭാഗത്ത് വരുമാനം ഉണ്ടാക്കാനും എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര നാളും പബ്ലിക് ട്രാൻസ്പോർട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലായിരുന്നു. ഇപ്പം അതല്ല. ഇതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകളെ വരെ ഞാൻ കുറ്റപ്പെടുത്തല്ല, എങ്ങനെയോ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണത്തിൻ്റെ ചവിട്ടുകൊട്ടയിലായിപ്പോയി. പിന്നെ അതിൽ കിടക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്, ഒരു വേസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനം. ഇപ്പോൾ അതല്ല. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തോടു കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കാലത്തിന് ശേഷം കേരളത്തിൻ്റെ സുപ്രധാനമായ അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഈ സൗജന്യം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ എല്ലാവരും, ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മളൊക്കെ പല വികസിതമായ പട്ടണങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ജനീവയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ബസ്സിലാണ് വന്നത്? ഈ ചോദ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയി നിങ്ങൾ ഏത് ബസ്സിലാണ് വന്നത്? അതുപോലെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന സ്റ്റോപ്പിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഒരു മോശം പോലെയാണ്. എല്ലാവർക്കും ഒരു കാറ് നിർബന്ധമാണ്. അതൊരു സോഷ്യൽ നോമായി. നമുക്ക് പൊതുഗതാഗതത്തിലേക്ക് വരണം. അത് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനമാണ്. പൊതുഗതാഗതം ആളുകൾ കൂടുതൽ ഉപയോഗിക്കും തോറും ഈ എമിഷൻ കുറയുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ജൂൺ 15-ൻ്റെ ഏറ്റവും വലിയ ഇപ്പം നഷ്ടം ഒരു ദിവസം 2 കോടിയാണെങ്കിൽ പരിസ്ഥിതി ഈ ആളുകൾ ഈ എമിഷൻ കുറച്ച് അവർ ബസ്സിലേക്ക് കയറിയാൽ അത് വലിയൊരു നേട്ടമല്ലേ. ഒരു എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ളൊരിതുണ്ടല്ലോ, എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് കൊണ്ട് വേറെ തന്നെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ ലോസ് ആൻഡ് പ്രോഫിറ്റ് നമ്മുടെ കാശിൻ്റെ കണക്കിൽ മാത്രമല്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.